നമസ്കാരം. ഇപ്പോൾ കിട്ടിയ വാർത്ത. സർക്കസ് പരിശീലനം നേടിയ കുപ്രസിദ്ധനായ കാർലോസ് എന്ന കുറുക്കൻ ജയിൽ ചാടി. ഏതോ ഭീകര സംഘടനയുടെ പിൻബലത്തോടെയാണ് കാർലോസ് കുറുക്കൻ ജയിൽ ചാടിയെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വാർത്തകൾ വിശദമായി. അവൻ ഇന്ത്യ വിടുമോ എന്നാണ് എൻ്റെ ബലമായ സംശയം. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ജിമ്മി. കാർലോസ് ഇന്ത്യ വിറ്റാ പിന്നെ നമുക്കും വിദേശത്തേക്ക് പോകേണ്ടി വരും അല്ലേ ബോസ്? അതിനനുവദിക്കരുത് അവനെ. ഏത്? നമ്മൾ പോകുന്നത് അനുവദിക്കണമെന്നാണോ? ഇവനെ കൊണ്ട് തോറ്റു. ഒന്നും മിണ്ടാതിരടാ മണ്ട. ഞാനിരുന്നേക്കാം. പിന്നെ ഒരു കാര്യത്തിനും എന്നെ വിളിച്ചേക്കരുത്. ഇപ്പോ DIGയുടെ വിളി വരും. ഒരുങ്ങിയിരുന്നോളാം നീ. പിന്നെ DIG എന്നെ നേരിട്ട് വിളിച്ചാൽ ഞാൻ ആലോചിക്കാം. ഏതായാലും ഞാനൊന്ന് കുളിച്ചേച്ച് വരട്ടെ. ദൂരെ എങ്ങും പോവരുത്. ശരി ബോസ്. അത് നമ്മുടെ കോളിൻസും മാഹിക്കോഴിയുമല്ല നടന്നു വരുന്നത്. എന്നാ പിന്നെ അവരുടെ കൂടെ അങ്ങ് കൂടിയേക്കാം. സുന്ദരമായ കാറ്റ്. നല്ല സുന്ദരമായൊരു മണവും വരുന്നുണ്ടല്ലോ. അതെ അതെ, നല്ല ചക്കപ്പഴത്തിന്റെ മണമാ വരുന്നത്. ദേ അവിടെ നിന്നാ വരുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം. റോബിൻസേ, ജൂലിയെ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. നിങ്ങൾ പേടിക്കണ്ട. ഞങ്ങളുള്ളപ്പോൾ ജൂലി നിങ്ങളെ ഒന്നും ചെയ്യില്ല. ഞാൻ അപ്പോഴും സ്വഭാവമൊക്കെ എന്നേ വിട്ടു. എങ്കിൽ നിന്റെ തടി കേടാവില്ല. ഈ പ്ലാവിൽ തന്നെയാണ് ചക്ക. പ്ലാവിൽ ചക്ക അല്ലാതെ കപ്പയുണ്ടാകുമോ മാക്രിക്കുട്ട? ഒരു വലിയ ചക്ക. ഞങ്ങൾ ചക്കക്കുരു മുഴുവൻ എടുക്കും. അതെ അതെ. ഓ, ചക്കപ്പഴം തിന്നിട്ട് എത്ര നാളായെന്നറിയാമോ? നല്ല തേൻവിരക്കാണെന്ന് തോന്നുന്നു.
സംഗതി തേമരിക്കായാലും പാൽക്കുടുക്കായാലും ആര് കയറി ചക്കയിടും? കോളിൻസേ, നീ ഒന്ന് ശ്രമിച്ചു നോക്കടാ. ഇത്ര പൊക്കത്തിൽ എനിക്ക് പറക്കാൻ പറ്റുമോ ജിമ്മി? ആഹാ, അതുകൊള്ളാം. നമ്മൾ വിചാരിച്ചാൽ നടക്കാൻ പറ്റാത്ത കാര്യം വല്ലതും ഉണ്ടോ? കോളിൻസ് ചേട്ടാ, വല്ലതും പറ്റിയോ? ഹേയ്, അത് സാരമില്ല. പശുക്കുട്ടി മാറിക്കോ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഈ ചക്കപ്പഴം കണ്ടുകൊണ്ട് എങ്ങനെയാ വെറുതെ നിൽക്കുക? ചക്ക പോലെ തടിച്ചത് കൊണ്ട് ചക്ക ഇടാനൊന്നും പറ്റില്ല മോളെ. അത്രയ്ക്കങ്ങ് കൊച്ചാക്കല്ലേ, വലിയ ശരിയാണെന്നാ ഭാവം. ശരി, എങ്കിൽ കാണട്ടെ നിന്റെ ശ്രമം. ചക്ക പോലെ തടിച്ചത് കൊണ്ട് ചക്ക ഇടാനൊന്നും പറ്റില്ല മോളെ. നിങ്ങൾ ഇങ്ങനെ വഴക്ക് കൂടിയത് കൊണ്ട് എന്താ കാര്യം? ഞാനൊരു വഴി കാണുന്നുണ്ട്. അത് വല്ല കാട്ടുവഴിയായിരിക്കും. വഴി ഏതുമാകട്ടെ, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. എന്റെ ഒരു സുഹൃത്തിന് നമ്മെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. എങ്കിൽ വേഗം വിളിക്കുക നിന്റെ സുഹൃത്തിനെ. ഹായ് റോബിൻ. ഹലോ ബെറ്റി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എനിക്ക് നിന്റെ ഒരു സഹായം വേണമായിരുന്നു. എന്ത് സഹായമാ വേണ്ടത്? പറയുന്ന
ചിക്കപ്പൊക്കെ റൈലേ കലക്കത് പാറത് സ്റ്റൈലേ സുക്ക് പാറ വൈലേ ഓക്കെ ഞാൻ എടുത്തൂലേ സുക്ക് റൈലേ. പിന്നെ മരം കൊത്തി എത്ര ചക്ക ഇട്ടിരിക്കുന്നു. ആ ഇനി അവളെങ്ങാനും ചക്ക ഇട്ടാൽ ഞാനൊരു സ്വർണ്ണപ്പതക്കം സമ്മാനമായി കൊടുക്കുന്നുണ്ട്. ഏത് സ്വർണ്ണപ്പതക്കം? നടക്കങ്ങനെ തന്നെ വേണം ഇവിടെ ജോലി ചെയ്യും. അഹങ്കാരം ആപത്ത് വിളിച്ചു വരുത്തുമെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നന്ന്. നന്ദിയുണ്ട് കുട്ടികളെ. ഈ ചക്ക ഞാൻ കൊണ്ടുപോവുകയാണ് കേട്ടോ. ആർക്കും എതിർപ്പൊന്നും ഇല്ലല്ലോ. ഇതിങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. നമുക്കിത് ചോദിക്കുക തന്നെ ചെയ്യണം. ചവണിയും മടലും അതെങ്കിലും കിട്ടിയാ മതിയായിരുന്നു എനിക്ക്. നമുക്ക് അയാളുടെ പിന്നാലെ പോകാം. റോക്കിച്ചേട്ടന് ചക്ക എവിടുന്ന് കിട്ടി? ഇതാണ് മക്കളെ ഭാഗ്യമെന്ന് പറയുന്നത്. ബാങ്കിൽ ഒരു ലോണിന് അപേക്ഷിച്ചിരുന്നു. ഓഹോ, അപ്പൊ ചേട്ടന് ബാങ്കിൽ നിന്ന് ലോണായി കിട്ടിയ ചക്കയാണല്ലേ ഇത്? ഏയ്, ലോൺ ശരിയാക്കി തരുന്ന ബാങ്ക് മാനേജർക്ക് എന്തെങ്കിലും കാഴ്ച കൊടുക്കണമല്ലോ. അതിനൊരു വഴി കാണാതെ നടക്കുമ്പോഴാ ഈ ചക്ക മുന്നിൽ വന്ന് പെട്ടത്. അത് ശരി, ചക്കയും കൊണ്ട് ബാങ്കിലേക്കാണല്ലേ റോക്കിച്ചേട്ടാ? അതെ അതെ. ദേ ടീനെ, അതനങ്ങുന്നു. ശരിയാ, അത് ജീവനുള്ളത് പോലെ തന്നെ അനങ്ങുന്നു. എടി ടീനെ, അതാ ഒരു ഉള്ളി. അത് വലുതായി വലുതായി വരുന്നു. എടാ മണ്ട, അത് ഉള്ളിയുടെ രൂപത്തിലുള്ള ബലൂൺ ആണെന്ന് തോന്നുന്നു. അതെയോ? ഒന്ന് മാറിയേ, മാനേജർ സാറിനുള്ള ചക്കയാ ഇത്. തന്റെ ചക്ക ഒന്ന് കൊണ്ടുപോ. അയ്യോ, മാറിക്കോ. ഓ, ഇവിടെ ആരാ പടക്കം പൊട്ടിച്ചത്? ആ എടാ ടോമിയുടെ കണ്ണ് നീറുന്നടാ. ആ അയ്യോ, ആ ചക്ക കൊണ്ടൊന്നും തന്നെ വിടരുത്. അവനാണ് ഇതിനെല്ലാത്തിനും കാരണക്കാരൻ. അയ്യോ, എന്നെ ചവട്ടല്ലേ. ഓ
നമ്മുടെ ഓപ്പറേഷൻ തുറക്കാൻ സമയമായി. ഫോളോ മീ മിസ്റ്റർ ബോബോഡി. ഓ, വേഗം വാരി നിറക്ക്. അയ്യോ, ഇതെന്തത്? ഈ നശിച്ചതായ എല്ലാം തുലയ്ക്കുമല്ലോ. കാർലോസേ, പ്ലീസ് ഇനിയെങ്കിലും നീ ഈ വൃത്തികെട്ട പണി നിർത്തൂ. എന്റെ സൗജന്യ ഉപദേശത്തിന് നന്ദി. നമുക്ക് വീണ്ടും കാണാം, നീ ജീവനോടെ ഉണ്ടെങ്കിൽ. എടാ പീറച്ചെറുക്ക, നിക്കോടെ, നിന്നാണോ പറഞ്ഞത്? എടാ നിക്ക. എന്റെ അടുത്ത് വേണ്ട നിന്റെ അഭ്യാസം. ഹലോ അങ്കിൾ. ഹലോ. ആ പറമോളെ. അങ്കിൾ ഉടനെ സെൻട്രൽ ബാങ്കിന്റെ മുന്നിലേക്ക് വാ. ഇവിടെ കാർലോസ് ഉണ്ട്. ശരി, ഞാൻ ഇപ്പോൾ തന്നെ എത്തിയേക്കാം. എടാ നിക്ക. അയ്യോ, ഞാനിതാ പോകുന്നത്. വെൽ ഡൺ ടോം. നിങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തു. കൺഗ്രാജുലേഷൻസ്. താങ്ക്സ് അങ്കിൾ. എന്റെ മോനെ, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ. എന്ത് സംഭവിക്കാൻ? ഞാൻ ജൂനിയർ ടോം ബോണ്ടല്ലേ, അല്ലേ അങ്കിൾ? തീർച്ചയായും നീ എന്റെ പിൻഗാമി തന്നെ. ഹലോ. ഓവർ. ഒന്നും പേടിക്കണ്ട, കാർലോസിന്റെ കഥ കഴിഞ്ഞിരിക്കും. ബാങ്കിലെ പണം മുഴുവനായും സുരക്ഷിതമായി തന്നെ ഞങ്ങളുടെ പക്കലുണ്ട്. ഓവർ. എങ്കിലും ടോമണ്ണന്റെ ധൈര്യം അപാരം തന്നെ. ഇതൊക്കെ എന്ത്? ടോമിന്റെ വിദ്യകൾ നിങ്ങൾ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. മക്കളെ, വിദ്യകൾ പഠിക്കുന്നത് നല്ലതാണ്. പക്ഷേ അതൊരു സമൂഹത്തിന്റെ നന്മയ്ക്കായി ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ തിളക്കമേറുന്നത്.